So now we are discussing Schrödinger's wave equation. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ഓസിലേറ്റർ ആണ് പഠിച്ചത്. ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഫെമിലിയർ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്, ഓൾറെഡി പഠിച്ചതുമാണ്. എനിവേ രണ്ട് ഇക്വേഷൻസ് ആണുള്ളത് ഷ്രോഡിഞ്ചറിൻ്റെ. ഫസ്റ്റ് വൺ ഈസ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ, രണ്ടാമത്തത് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ ആണ്. ഓക്കെ, സോ അതിൻ്റെ മുന്നേ ഇൻ പൊസിഷൻ ബേസിസ് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. ഇൻ പൊസിഷൻ സ്പേസ് ദ ബേസ് ഗെറ്റ്സ് ആർ പൊസിഷൻ eigen gets. That's why it is called a position space. So this satisfies the eigenvalue equation. എന്താണ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, that is x get x prime is equal to x prime get x prime. That is the operator x is acting on the eigenget x prime. It will give you the eigenvalue x prime with the same eigenget. Okay, and here x is the position operator with the orthogonality condition. What? Bra x double prime get x prime equal to delta of x double prime minus x prime, and the inner product is bra x prime get alpha equal to it is denoted as psi alpha of x prime, or which is the wave function, isn't it? It is called the wave function for the state get alpha in x representation. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ എന്താണ് എക്സ് റെപ്രസെൻറ്റേഷൻ അഥവാ പൊസിഷൻ സ്പേസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ടൈം എവല്യൂഷൻ ഓഫ് ദിസ് സ്റ്റേറ്റ് ഗെറ്റ്, ദാറ്റ് ഈസ് ഗെറ്റ് ആൽഫ കോമ T0 സെമിക്കോളൻ ടി. എന്താണ് ഈ ഒരു നൊട്ടേഷൻ്റെ മീനിങ്? ഗെറ്റ് ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആദ്യം T0 എന്ന് പറയുന്ന ടൈമിലായിരുന്നു, ആൻഡ് നൗ ഇപ്പം എന്താണ് ടി എന്ന് പറയുന്ന ടൈമിലാണുള്ളത്. സോ ഗെറ്റ് ആൽഫ കോമ T0 സെമിക്കോളൻ ടി ഈസ് എ സ്റ്റേറ്റ് ഗെറ്റ് ഇൻ ദ ഷ്രോഡിഞ്ചർ പിക്ചർ. നമ്മളിപ്പോൾ ഷ്രോഡിഞ്ചർ പിക്ചറിലാണ് ഡിറൈവ് ചെയ്യുന്നത്. ഇൻ ദ ഷ്രോഡിഞ്ചർ പിക്ചർ അറ്റ് ടൈം ടി. ഇൻ ദ എക്സ് റെപ്രസെൻറ്റേഷൻ വി ക്യാൻ റൈറ്റ് what according to what will be the wave function. It is bra x prime get alpha comma T0 semicolon t equal to, it is the wave function, so it is psi of x prime comma t. So our task is to examine the time evolution of state get alpha T0 comma t, or to study the behavior of wave function this psi of x prime comma t as a function of time. അതായത് ടൈമിനനുസരിച്ച് എന്ത് പറ്റും ഈ ഒരു സ്റ്റേറ്റ് ഗെറ്റിന് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. സോ ഹിയർ we wrote the state get explicitly in the x basis or the position representation, and it is given by the wave function is psi of x prime comma t is bra x prime alpha comma T0 semicolon t. Okay, put it as equation number 1. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഹാമിൽട്ടോണിയൻ വേണം അല്ലേ, ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വേണം. ആൻഡ് ഇറ്റ് ഈസ് ടേക്കൻ ആസ്, നമ്മളെപ്പോഴും സിമ്പിൾ കേസാണ് എടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഓസിലേറ്റർ ആണ്, ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. ഇനി വിത്ത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഈസ് ടു ബി h ഈസ് ഈക്വൽ ടു p square by 2m plus v of x, where v of x is the potential and it is the Hermitian operator. Okay, so in the x representation we have bra x double prime v of x get x prime. അതായത് ഇതെന്താണ്, ദിസ് ഈസ് ആക്ച്വലി ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ അല്ലേ, അതായത് ഒരു മെട്രിക്സ് എലമെൻ്റ് അല്ലേ ഈ കാണുന്നത്. നമുക്ക് വിയുടെ പൊട്ടൻഷ്യലിൻ്റെ ഒരു മെട്രിക്സ് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ഇനി സോ ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ bra x ഡബിൾ പ്രൈം v of x get x prime equal to, നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, v of x എന്ന് പറയുന്ന ഓപ്പറേറ്റർ get x പ്രൈമിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ കിട്ടുക നമുക്കൊരു, ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു v of x prime. ഓക്കെ, അതായത് v എന്ന് പറയുന്ന, അതായത് പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആണ് അല്ലേ, അത് എക്സ് പ്രൈം എന്ന് പറയുന്ന കെറ്റിൽ ആക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്രൈം ആയിട്ട് മാറി. ഓക്കെ, സോ v of x prime, ദെൻ ബാക്കിയുള്ളത് എന്താണ്, bra x ഡബിൾ പ്രൈം get x prime ആണ്, ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഡെൽറ്റ ഓഫ് എക്സ് പ്രൈം മൈനസ് എക്സ് ഡബിൾ പ്രൈം ആണല്ലോ. സോ v of x prime ഈസ് എ റിയൽ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്രൈം. ഇതെന്താണ്, ഇനിയൊരു
ഓപ്പറേറ്റർ അല്ല, വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്, പക്ഷേ അത് കെറ്റിൽ നമുക്ക് ആക്ട് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്രൈം എന്നാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് മുതൽ പറയാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ സ്റ്റേറ്റ് കെറ്റ്. So in the Schrodinger equation for a state ket, so we have that equation, what IH cut dou by dou t ket alpha comma t0 semicolon t is equal to h ket alpha t0 semicolon t, അതായത് h is equal to is എന്ന് പറയുന്ന ഇക്വേഷൻ അതിനെന്താണ് ഓപ്പറേറ്റർ ഫോമിൽ എഴുതിയിരിക്കുകയാണത്. സോ ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ സ്റ്റേറ്റ് കെറ്റ്. ഇപ്പോൾ എക്സ് ബേസിസിലാവുന്ന സമയത്ത് ദിസ് വിൽ ബിക്കം ആൻഡ് ദിസ് ഇക്വേഷൻ എന്തായിരിക്കും മാറും, ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി ഈസ് ഈക്വൽ ടു ബ്രാ എക്സ് പ്രൈം എച്ച് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി എന്നായിട്ട് മാറും. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ദ പൊസിഷൻ eigenbras in Schrodinger picture do not change with the time. സോ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ ഹാമിൽട്ടോണിയൻ എന്തായിട്ടാണ് നമ്മൾ എടുത്തത്, ഇറ്റ് ഈസ് ആക്ച്വലി പി സ്ക്വയർ ബൈ 2m പ്ലസ് വി ഓഫ് എക്സ്. അത് നമ്മളിവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോൺ ടി ഈസ് ഈക്വൽ ടു ബ്രാ എക്സ് പ്രൈം പി സ്ക്വയർ ബൈ 2m പ്ലസ് വി ഓഫ് എക്സ് കെറ്റ് ആൽഫ കോമ ടി സീറോ സെമിക്കോളൻ ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് എഴുതാമല്ലോ. കാരണം ഇവിടെ പി സ്ക്വയർ അതേപോലെ തന്നെ വി ഓഫ് എക്സും, അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാ എക്സ് പ്രൈം പി സ്ക്വയർ ബൈ 2m കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി പ്ലസ് ബ്രാ എക്സ് പ്രൈം വി ഓഫ് എക്സ് കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m. കാരണം ഈ പി സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റർ ഫോമിൽ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഐ എച്ച് കട്ട് ഡെൽറ്റ അല്ലേ, പി ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ്. അത് 3 ഡയമെൻഷനിലാകുമ്പോൾ എന്നിട്ട് മാറി മൈനസ് ഐ എച്ച് കട്ട് ഡെൽറ്റ എന്നായിട്ട് മാറും. അപ്പോൾ പി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടെ മൈനസ് എന്നുള്ളൊരു അല്ലേ സൈൻ വരും. സോ എന്ത് വന്നു, മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉണ്ടാവുക, ബ്രാ എക്സ് പ്രൈം ഡെൽ സ്ക്വയർ കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി പ്ലസ് ബ്രാ എക്സ് പ്രൈം വി ഓഫ് എക്സ് കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി എന്ന് വരും. ഓക്കെ, നൗ ഇനി നമ്മൾ അസോസിയേറ്റീവ് ആക്സിയം വെച്ചിട്ട്, അതായത് നമുക്ക് എങ്ങനെ ചെയ്യാം, ദാറ്റ് ഈസ് ബ്രാ എ എക്സ് കെറ്റ് ബി ഈസ് ഓൾസോ ബ്രാ എ എക്സ് കെറ്റ് ബി. ഓക്കെ, സോ അത് വെച്ച് ആദ്യം എന്താ ചെയ്യുന്നത്, ആദ്യം ഡെൽ സ്ക്വയർ ബ്രാ എക്സ് പ്രൈമിലാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ബ്രാ എക്സ് പ്രൈമിലാണ് ആക്ട് ചെയ്യണത്. ഓക്കെ, അത് അസോസിയേറ്റീവ് ആക്സിയം വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, സോ ദാറ്റ് വിൽ ഗിവ് യു, ഇവിടെ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഉണ്ടായിരിക്കും. സോ ഈ ഡെൽ സ്ക്വയർ ബ്രാ എക്സ് പ്രൈമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്രൈം ആയിട്ട് മാറി പിന്നെ. അപ്പോൾ അതിന് ഡെൽ പ്രൈം സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡെൽ പ്രൈം സ്ക്വയർ. ദെൻ ബാക്കി എന്താണ്ടാവുക, ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി പ്ലസ് ഇവിടെ എന്താണ് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എക്സ് പ്രൈമിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, പിന്നെ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്രൈം ആയിട്ട് മാറി. അപ്പോൾ അതാണ് ഇവിടെ വി ഓഫ് എക്സ് പ്രൈം. ദെൻ ബാക്കിയുള്ളത് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി ആണ്. സോ വി ക്യാൻ റൈറ്റ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ പ്രൈം സ്ക്വയർ ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ ടി സീറോ സെമിക്കോളൻ ടി പ്ലസ് വി ഓഫ് എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം ആൽഫ കോമ ടി സീറോ സെമിക്കോളൻ ടി. സോ ഇതിനെയാണ് എന്താ പറയുക, ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷൻ ഓഫ് ഷ്രോഡിഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ദിസ് ടേം ഈസ് ആക്ച്വലി വാട്ട്, ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈ ആൽഫ എന്ന് പറഞ്ഞിട്ടല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് എന്താണ്, ഇറ്റ് കറസ്പോണ്ട്സ് ടു വേവ് ഫംഗ്ഷൻ, ദിസ് ഓൾസോ കറസ്പോണ്ട്സ് ടു വേവ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഇസ് ഓൾസോ കറസ്പോണ്ട്സ് ടു വേവ് ഫംഗ്ഷൻ. അപ്പോൾ 4 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് യൂഷ്വലി ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി സൈ ഓഫ് എക്സ് പ്രൈം കോമ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ പ്രൈം സ്ക്വയർ സൈ ഓഫ് എക്സ് പ്രൈം കോമ ടി പ്ലസ് വി ഓഫ് എക്സ് പ്രൈം സൈ ഓഫ് എക്സ് പ്രൈം കോമ ടി എന്ന് പറഞ്ഞു. Put it as equation number 5. So
The quantum mechanics based on the above wave equation is known as wave mechanics. So in our formalism, this is just the Schrodinger equation for a state ket written explicitly in the x basis, where the Hamiltonian operator is taken to be p square by 2m plus p of x. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം. So the time independent wave equation. Suppose the general initial ket is denoted by ket alpha. Time independent ആണ് നമ്മൾ എടുക്കുന്നത്. And that happens to be one of the ket A prime. Here A prime is eigenvalue of observable A which commute with the Hamiltonian H, that is commutation A, H is equal to 0. നമ്മൾ എന്ത് ജനറൽ ഇനീഷ്യൽ കെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടേക്കൻ ആസ് കെറ്റ് ആൽഫ. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സെറ്റ് കെറ്റ് എ പ്രൈമിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഈ കെറ്റ് എ പ്രൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഒബ്സർവബിൾ എയുടെ ഏഗൻ കെറ്റുകളാണ്. ആൻഡ് ഒബ്സർവബിൾ എയും ഹാമിൽട്ടോണിയൻ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ് രണ്ടും കമ്മ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ഏഗൻ ഗെറ്റ്സ് ഓഫ് എ ആർ ഓൾസോ ഏഗൻ ഗെറ്റ് ഓഫ് എച്ച്. സൈമൾട്ടേനിയസ് ഏഗൻ ഗെറ്റുകളാണ് ഉണ്ടാവുക എന്നാണ് പറയണത്. ആൻഡ് ദേ ആർ ദ എനർജി ഏഗൻ ഗെറ്റ്സ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, വെൻ എച്ച് ഹാമിൽട്ടോണിയൻ operator H is acting on ket A prime will give you the eigenvalue E A prime, അതായത് എനർജി eigen കെറ്റുകളാണ് ഉണ്ടാവുക വിത്ത് ket A prime. Okay, so our initial state is one of the eigen ket of ket A prime. So for a stationary state the time dependence is ket alpha comma t0 equal to 0, കാരണം ഇനീഷ്യലി 0 ടൈമിലാണുള്ളത്, semicolon t, and now it is at a time t, is ket A prime. ഇനീഷ്യലി ഉള്ള സ്റ്റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് ket A prime എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ആഫ്റ്റർ എ ടൈം ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ket alpha comma t0 equal to 0 semicolon t is equal to ket A prime with e raised to minus I e A prime t by h cut. അതായത് എനർജി it has a dependence time which is the energy eigengets here. Now the time dependence of a stationary state is ket A prime comma t0 semicolon t is equal to, ഇവിടെ എന്തുകൊണ്ടാണ് എ പ്രൈം എന്നിട്ടത്, ഇനീഷ്യലി നമ്മൾ പറഞ്ഞു ket A പ്രൈമിലാണ് ഇരിക്കുന്നത് എന്ന്, സൈമൾട്ടേനിയസ് ഏഗൻ കെറ്റ് ഓഫ് എ ആൻഡ് എച്ച്. സോ ket A prime comma t0 semicolon t is equal to ket A prime e raised to minus I e A prime t by h cut, where initially the system is prepared as a simultaneous eigengets of A and H with eigenvalue A prime and E A prime. So in x basis or in position basis we can write bra x prime ket A prime comma t0 semicolon t. Okay, അത് ശരിക്കും ആക്ച്വലി എന്താണ്, ഇറ്റ് ഈസ് psi അല്ലേ, that is equal to bra x prime ket A prime e raised to minus I e A prime t by h cut. So this is നമ്മൾ ഓൾറെഡി പറഞ്ഞു അറ്റ് ടൈം ടിയിലുള്ള കാര്യം. സോ അതെന്താണ്, ഇറ്റ് ഈസ് ket A prime e raised to minus I e A prime t by h cut. Put it as equation number 6. We have time dependent Schrodinger equation. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 4 ആണ് അത് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ബൈ ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ബ്രാ എക്സ് പ്രൈം ket alpha t0 semicolon t is equal to minus h cross square by 2m del prime square bra x prime alpha d0 semicolon t plus v of x prime bra x prime alpha t0 semicolon t ആണ്. സോ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും, അതായത് ഇതിലേക്ക് ഇക്വേഷൻ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ബ്രാ എക്സ് പ്രൈം ket A prime t0 semicolon t is equal to minus h cross square by 2m del prime square bra x prime A prime d0 semicolon t plus v of x prime bra x prime ket A prime t0 semicolon t എന്ന് വരും. ആൻഡ് അതിൻ്റെ
ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് നമ്മൾ സാധാരണ മാത്തമാറ്റിക്കലായിട്ടുള്ള വെട്ടിച്ചെറുതാക്കലാണ് കേട്ടോ. സോ ഹിയർ ദിസ് ഇസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ബ്രാ എക്സ് പ്രൈം. ഇവിടെ അഗെയിൻ എന്ത് ചെയ്യാണ്, ഈ കെറ്റ് എ പ്രൈം ടി 0 സെമിക്കോൺ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്, ഇറ്റ് ഈസ് കെറ്റ് എ പ്രൈം ഇ റൈസ് ടു മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് കട്ടാണ്. അതേപോലെ തന്നെ ഇവിടെയും ആ വാല്യൂ കൊടുക്കുക. അതിന് നമ്മുടെ RHS എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം, ഡോ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം കാണുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഈ റൈസ് ടുവിൻ്റെ അല്ലേ നമുക്ക് എക്സ്പോണൻഷ്യൻ്റെ അല്ലേ കാണാൻ പറ്റുള്ളൂ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എന്ത് വരും, മൈനസ് ഐ ഇ എ പ്രൈം ബൈ എച്ച് കട്ട് ഉണ്ടാവും. ദെൻ ബാക്കി ഇ റൈസ് ടു മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് കട്ട്. ദെൻ ദിസ് ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം വരും. ഇങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ പ്രൈം സ്ക്വയർ ഉണ്ട്. ആൻഡ് ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം ഇ റൈസ് ടു മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് കട്ട് പ്ലസ് വി ഓഫ് എക്സ് ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം ഇ റൈസ് ടു മൈനസ് ഐ ഇ എ പ്രൈം ടി ബൈ എച്ച് കട്ട്. ഇവിടെ ഇത് ഈ എക്സ്പോണൻഷ്യൽ ടേം എങ്ങനെയാണ് വന്നറിയാമല്ലോ, കാരണം ഈ കെറ്റ് എ പ്രൈം ടി 0 സെമിക്കോൺ ടി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ കുറേ ക്യാൻസൽ ചെയ്ത് കൊണ്ട് ഈ എച്ച് കട്ടും ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ എക്സ്പോണൻഷ്യൽ ടേമുകൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ബാക്കി, ദെൻ ഈ മൈനസും ഐ സ്ക്വയറും കൂടി പ്ലസ് ആവും കേട്ടോ. അപ്പോൾ അവിടെ ഇ എ പ്രൈം ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ പ്രൈം സ്ക്വയർ ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം പ്ലസ് വി ഓഫ് എക്സ് പ്രൈം ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 7. അപ്പോൾ ഇവിടെ ഈ ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈം ഈസ് ദ എനർജി eigen ഫംഗ്ഷൻ വിത്ത് എനർജി eigen വാല്യൂ ഇ എ പ്രൈം. സോ വി മേ omit the reference to a prime because it is not necessary that to take an observable that commute with the Hermitian to be explicitly a with the eigenvalue a prime. So that operator can be any one in terms of x and p because our h is p square by 2m plus v of x. So they will commute. So എന്തെഴുതാം, നമുക്ക് ഈ ബ്രാ എക്സ് പ്രൈം കെറ്റ് എ പ്രൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം, യു സഫിക്സ് ഇ ഓഫ് എക്സ് പ്രൈം എന്നെഴുതാം, ബിക്കോസ് ദിസ് ഈസ് ദ എനർജി eigen ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മളിപ്പോൾ എടുത്ത നൊട്ടേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും, എനർജി eigen ഫംഗ്ഷൻ യു ഇ ഓഫ് എക്സ് പ്രൈമിൻ്റെ ടേമിൽ നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ പ്രൈം സ്ക്വയർ യു ഇ ഓഫ് എക്സ് പ്രൈം പ്ലസ് വി ഓഫ് എക്സ് പ്രൈം യു ഓഫ് x prime is equal to E into UE of x prime. Okay. So to solve the above time independent wave equation, some boundary condition has to be imposed. Suppose the E is less than limit x tends to infinity v of x prime hold for mod x tending to infinity in any direction. The appropriate boundary condition to be used in this case is UE of x prime tends to 0 as mod x prime tends to infinity. Basically this means that a particle is confined within a finite region of space. x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായി, 0 ആയി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഈ പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ. So if we go to infinity position in space, the energy eigen function, that is this UE of x prime എന്ന് പറയുന്നത് എന്താണ്, it vanishes അല്ലേ. So only discrete energy levels are allowed. So it is in this sense that the time independent Schrodinger equation yield a quantization of energy levels.